ഞാൻ എന്നോട് ഒരാൾ പറഞ്ഞത് എവിടെ പ്രണയമുള്ളത്, ഒരു കാമം മാത്രമേ ഉള്ളൂ. സ്വാതന്ത്ര്യം എന്നത് അമേരിക്കയിൽ ഒരു പ്രതിമയുടെ പേരാണ്. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജയിലിൽ കിടക്കുന്നത് കവികളാണ്. ഒരു കവിയെ നിങ്ങൾക്ക് തടവിലാക്കാനേക്കാൾ എളുപ്പം അയാളെ വിവാഹിതനാക്കുന്നതാണെന്നുള്ള, വിവാഹം കഴിച്ചാൽ മതി. പ്രണയമുള്ളിടത്തോളം കാലം, പ്രണയം ജീവിതത്തിലെ മറ്റു പ്രയാസങ്ങൾ ഇതെല്ലാം ഉള്ളിടത്തോളം കാലം കവിത നിലനിൽക്കുകയും ചെയ്യും. There is poetry in everything. And that is the biggest argument against poetry. എല്ലാറ്റിലും കവിത ഉണ്ടെങ്കിൽ കവിത എന്ന് പറയുന്നൊരു സാധനം നിലനിൽക്കുകയില്ല. ആർക്കും പുതിയ രീതിയിൽ പുതിയ കാഴ്ചയോടെ കാണാൻ പറ്റുന്നുള്ളതാണ് കവിതയുടെ സവിശേഷത തന്നെ. സ്നാപ്ചാറ്റുകൾ വരെ കവിത വരികയാണ്. ഈ ലോകത്തെ ഏറ്റവും പുതുതായി കാണാനുള്ളൊരു പ്രവണത മറ്റ് സാഹിത്യ രൂപങ്ങളിലേക്കാൾ കൂടുതൽ കവിതയിലുണ്ട്. ഭാഷയിലെ സൗന്ദര്യം എന്ന് പറയുന്ന കവിതയാണ്. അപ്പോൾ ഭാഷക്കുള്ളിൽ എന്തായാലും കവിതയുണ്ടാവും. ആ കവിതയെ നമുക്ക് എടുത്തു മാറ്റാൻ വേണ്ടി പറ്റില്ല. നിന്നെ ഞാനിപ്പോൾ ഉറക്കുമ്പോൾ നാളത്തെ പ്രഭാതം നിനക്ക് സാധ്യമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ ഞാനുണ്ടാവും, ചിലപ്പോൾ ഈ കുട്ടി ഉണ്ടാവും എന്നുള്ളതാണ്. കവിത എന്ന് പറയുന്നത് ഒരിക്കലും ഇല്ലാണ്ടാവാൻ വേണ്ടി പോകുന്നില്ല. നാട്ടിൽ നിറയെ കവികളാണ്, നടക്കാൻ പറ്റുന്നില്ല. കവിതയുടെ വർത്തമാനം എന്നാണ് നമ്മളുടെ സെഷൻ്റെ ടൈറ്റിൽ. ഇപ്പോൾ വർത്തമാനം എന്ന വാക്ക് രണ്ടർത്ഥത്തിൽ നമ്മുടെ ഭാഷയിൽ ഉപയോഗിക്കാറുണ്ടല്ലോ. അതായത് ഒന്ന് പ്രസന്റ് ടെൻസ് എന്നുള്ള അർത്ഥം, വർത്തമാന കാലം എന്ന അർത്ഥത്തിൽ. രണ്ട് വർത്തമാനം, കോൺവെർസേഷൻ. അപ്പോൾ ഇതിൽ തന്നെ ഒരു കവിതയുണ്ട്. ഈ ഒരേ വാക്ക് തന്നെ രണ്ട് തരത്തിൽ ഉപയോഗിക്കപ്പെടുക എന്ന് പറയുന്നതാണ് കവിതയുടെ ഒരു എന്താ പറയുക അടിവേര് എന്ന് പറയുന്ന കാര്യം. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ ടൈറ്റിലും വളരെ അഭിനന്ദനാർഹമായ ഒരു ടൈറ്റിലായിട്ട് തോന്നുകയുണ്ടായി. അപ്പം നമ്മളിങ്ങനെ വളരെ അക്കാദമിക് ആയിട്ടുള്ള ഒരു ഡീപ്പ് ലെവൽ ഡിസ്കഷനുള്ളൊരു സമയവും സന്ദർഭവും ആണ് ഇതെന്ന് തോന്നുന്നില്ല. കവിത എന്ന മാധ്യമത്തെ ഇവിടെ ഇരിക്കുന്ന കവികളായ നമ്മൾ ഓരോരുത്തരും ഏത് രീതിയിൽ സമീപിക്കുന്നു, നമ്മൾ ഏത് രീതിയിലാണ് ഈ കവിത എന്ന മാധ്യമവുമായി കണക്റ്റ് ആയിരിക്കുന്നത്, ഇതിൻ്റെ ഒരു വർത്തമാനകാല സാങ്കത്യം എന്താണ്, കവിതയുടെ ഒരു പക്ഷേ ഭാവി എന്താണ് എന്നതിനെ പറ്റിയുള്ള ആലോചനകളും അതിൻ്റെ ആലോചനകൾ പങ്കുവെക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറച്ച് നേരത്തെ നമ്മൾ മനോജും റീന ടീച്ചറൊക്കെ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യം, ഒന്ന് ഈ സെഷൻ തീരുമ്പോൾ നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് കവിതയുടെ പലമ, നമ്മളെ AP രാജഗോപാല മാഷ് കോയിൻ ചെയ്ത വാക്കുണ്ടല്ലോ പലമ എന്ന് പറയുന്നത്. അപ്പോൾ 4-5 ആൾക്കാർ കവിതയെ പറ്റി സംസാരിക്കുന്നു. ഈ സംസാരിക്കുന്നത് കേട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം പലതരത്തിൽ കവിതയെ സമീപിക്കുന്ന ആളുകളുണ്ടല്ലോ എന്നുള്ളൊരു ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ബാക്കിയാവണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഒന്ന് ഞാനൊരു ഉദാഹരണം പെട്ടെന്ന് മനസ്സ് തോന്നി പറയേണ്ടായി. ആ സമയത്ത് നമ്മളിങ്ങനെ അപരിചിതമായ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ ഒരു യൂണിഫോം ഇട്ട ഒരു കൂട്ടം ആളുകൾ വളരെ സ്റ്റഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആദ്യം ഉണ്ടാകുന്ന വികാരം പേടിയായിരിക്കും. എന്നാൽ വളരെ അപരിചിതമായ ഒരു സ്ഥലത്ത് നമ്മൾ പോകുമ്പോൾ പലതരത്തിലുള്ള ആളുകൾ പലതരത്തിലുള്ള വേഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഒരു ഓർഡറും ഇല്ലാണ്ട് നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വളരെ ഈസി ആയിട്ട് അതിനകത്തേക്ക് പോയി ചേരും. അല്ലെങ്കിൽ നമുക്ക് ഒരു പേടിയും തോന്നില്ല. അപ്പോൾ ഇത് തന്നെയാണ് കവിതയെ സംബന്ധിച്ചായാലും എന്തിനെ സംബന്ധിച്ചായി കഴിഞ്ഞാലും ഒരു പലമ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടാവുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ആരോഗ്യകരമായ ഒരു അവസ്ഥ എന്ന് തോന്നാറുണ്ടായി. അങ്ങനെ നമ്മൾ സംസാരിക്കണ്ടായി. ആ ഒരു ലക്ഷ്യമായിരിക്കും, ആ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് തരാൻ പറ്റിക്കഴിഞ്ഞാൽ അതായിരിക്കും ഇതിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ തുടക്കത്തിൽ ആമുഖമായി പറഞ്ഞ അവർ സൂചിപ്പിക്കുകയുണ്ടായി ഏറ്റവും സാധാരണമായ സ്ഥലത്തും കവിത ഉണ്ടാവും എന്നുള്ളത്. അതായത് ഈ ചെക്കോസ്ലോവാക്യൻ പോയറ്റ് മിറോസ്ലാവ് ഹോലൂബ്, അദ്ദേഹത്തിൻ്റെ ഒരു വളരെ പ്രശസ്തമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ദർ ഈസ് പോയട്രി ഇൻ എവറിത്തിങ് ആൻഡ് ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ആർഗ്യുമെൻറ്റ് എഗെയിൻസ്റ്റ് പോയട്രി. എല്ലാറ്റിലും കവിതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് കവിതക്കെതിരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാദമാണ്. എല്ലാറ്റിലും കവിതയുണ്ട്, ശരിയാണ്. പക്ഷേ എല്ലാറ്റിലും കവിതയുണ്ടെങ്കിൽ കവിത എന്ന് പറയുന്നൊരു സാധനം നിലനിൽക്കുകയില്ല. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഒരു ബൗണ്ടറിയിലുള്ള വർക്കിംഗ് ആണ് വളരെ പ്രധാനം. വളരെ സാധാരണമായ സ്ഥലത്ത് കവിത ഉണ്ടാവും. ആ കവിതയെ തിരിച്ചറിയാനുള്ളൊരു കവിത്വം ഉണ്ടാവുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ ഒരു കവിത്വത്തിന് നമ്മൾ ചെവി കൊടുക്കുക, മനസ്സ് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തോന്നുന്നത്. പെട്ടെന്ന് ഓർമ്മ വന്നൊരു കവിത, വളരെ ചെറിയൊരു കവിത, പ്രൊഫസർ KA ജയശീലൻ്റെ ഒരു കവിതയാണ്. മീൻകാരൻ എന്നാണ് ആ കവിതയുടെ പേര്. അപ്പോൾ മീൻകാരൻ എന്ന് പറഞ്ഞാൽ S. ജോസഫിൻ്റെ വളരെ പ്രശസ്തമായ വേറൊരു കവിതയുണ്ട്. ജയശീലൻ മാഷിൻ്റെ മീൻകാരൻ കവിത ഇത്രയേ ഉള്ളൂ. മീൻകാരൻ ഓ ഓ എന്ന് കരയുന്നു, തനിക്ക് വേണ്ടിയും മീനുകൾക്ക് വേണ്ടി കൂടിയും. അതായത് ഓ എന്ന മീൻകാരൻ കരയല്ല, വളരെ സാധാരണമായ ഒരു കാര്യമാണ്. അതിനെപ്പറ്റിയുള്ളൊരു പ്രസ്താവന വളരെ സാമാന്യമായിട്ടുള്ളൊരു പ്രസ്താവനയാണ്. പക്ഷേ ആ രണ്ടാമത്തെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. തനിക്ക് വേണ്ടി കരയുന്നു, അയാളുടെ ഉപജീവന മാർഗ്ഗമാണ്.
എന്നാൽ മരിച്ച മീനുകൾക്ക് വേണ്ടി കൂടിയും ആണ് ആ കരച്ചിൽ എന്ന് തിരിച്ചറിയുന്ന അതിനകത്താണ് കവിത ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാധനം കവിത ഭാഷക്കുള്ളിൽ തന്നെ കവിതയുണ്ട്. നമ്മൾ വളരെ സാമാന്യമായ ഒരു കാര്യം പറയുമ്പോൾ ഇപ്പോൾ നിക്കനോർ പാർറ എന്ന് പറയുന്നൊരു ചിലിയൻ കവിയുടെ ഒരു കവിത, ലിബർട്ടി ഈസ് ദ നെയിം ഓഫ് എ സ്റ്റാച്യു ഇൻ USA. 3 വരിയിൽ എഴുതിയിരിക്കുകയാണ്. അതായത് സ്വാതന്ത്ര്യം എന്നത് അമേരിക്കയിൽ ഒരു പ്രതിമയുടെ പേരാണ്. ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടി എന്ന് നിങ്ങൾ വിക്കിപീഡിയയിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ സാധനമാണ് ഉണ്ടാവുക, ഒറ്റ വരിയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. പക്ഷേ ഇതിങ്ങനെ മുറിച്ച് മുറിച്ച് എഴുതുമ്പോൾ സ്വാതന്ത്ര്യം എന്നത് അമേരിക്കയിൽ ഒരു പ്രതിമയുടെ പേരാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വളരെ നിർജീവമായ, വെറുതെ ഷോ പീസായി വെച്ച, പ്രത്യേകിച്ച് പിന്നെ ഇൻഫ്ലുവൻസ് ഒന്നും ഇല്ലാത്ത, വെറുതെ ഇങ്ങനെ ആഘോഷിക്കുന്ന ഒരു സാധനമാണ് അമേരിക്കയിൽ എന്നുള്ളൊരു സാധനം കൂടി അതിനകത്ത് വന്നില്ലേ. ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടീനെ പറ്റിയിട്ടുള്ള വിക്കിപീഡിയ ആർട്ടിക്കിൾ എടുത്തു കഴിഞ്ഞാൽ ഈ സെന്റൻസ് തന്നെയാണ് അവിടെ ഉള്ളത്. പക്ഷെ അത് മുറിച്ചെഴുതുന്നതിനകത്ത് ഒരു വിവേകം, അല്ലെങ്കിൽ ഒരു കാവ്യാത്മക വിവേകം എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, അതിനെയാണ് ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു കവിതയാക്കി മാറ്റുന്നതിന്. അപ്പൊ ഇത്തരത്തിൽ കവിത എന്ന് പറയുന്ന മാധ്യമം ഒരു പക്ഷേ ഇല്ലാണ്ടായി കഴിഞ്ഞാലും ഭാഷക്കുള്ളിൽ എപ്പോഴും കവിത ഉണ്ടാവും. അത് നിസ്സംശയം നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ്. അത് ഏത് രൂപത്തിൽ നിലനിൽക്കും, സംഗീതമായി നിലനിൽക്കുമോ, മുദ്രാവാക്യമായി നിലനിൽക്കുമോ, ഈരടികളായി നിലനിൽക്കുമോ, പഴഞ്ചൊല്ലായി നിലനിൽക്കുമോ, അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഭാഷ കൊണ്ട് സൗന്ദര്യം എന്നൊരു ലക്ഷ്യത്തെ നമ്മൾ, അല്ലെങ്കിൽ സൗന്ദര്യം നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഭാഷയിലെ സൗന്ദര്യം എന്ന് പറയുന്ന കവിതയാണ്. അപ്പോൾ ഭാഷക്കുള്ളിൽ എന്തായാലും കവിതയുണ്ടാവും. ആ കവിതയെ നമുക്ക് എടുത്തു മാറ്റാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഈ ഒരു കാര്യം ഇപ്പോൾ നമ്മൾ ഒരു KG ശങ്കരപ്പിള്ളയുടെ ഒരു കവിതയുണ്ടല്ലോ, കഴുതുകളായി നടുക്കേണ്ടി വരുന്ന കുതിരകൾ എന്ന് പറയുന്നത്. അതിനെപ്പറ്റി പ്രൊഫസർ TV മധു ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞൊരു കാര്യം ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. അതായത് നമ്മളൊരു സൈക്കിള് നോക്കിക്കഴിഞ്ഞാൽ, സൈക്കിളിൻ്റെ അകത്ത് ഇതിൽ നിങ്ങൾ എന്തൊക്കെ കാണുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? 2 ചക്രമുണ്ട്, പെഡലുണ്ട്, ഹാൻഡിലുണ്ട്, കമ്പനിയുടെ പേരുണ്ട്, ടയറിൻ്റെ ഉള്ളിൽ കാറ്റുണ്ട്. ഇങ്ങനെയൊക്കെ നമുക്ക് അതിനെ എന്താ പറയുക, ഘടകക്രിയ ചെയ്ത് പറയാൻ വേണ്ടി പറ്റും. പക്ഷേ അതിൽ അദൃശ്യനായ ഒരു മനുഷ്യനും കൂടിയുണ്ട്. കാര്യം എന്താ, ഈ സൈക്കിളിൻ്റെ ഘടന എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ ഉദ്ദേശിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ് അല്ലേ. മനുഷ്യന് 2 കാലും 2 കൈയാണ് ഉള്ളത്. അതുകൊണ്ടാണ് അതിന് 2 പെഡലും 2 ഹാൻഡിലും ഉള്ളത്. ഒരു മനുഷ്യൻ്റെ ഉയരത്തിനനുസരിച്ചിട്ടാണ് ഈ സൈക്കിളിൻ്റെ ഉയരം ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു മനുഷ്യൻ ഇടതുകാല് മുന്നോട്ട് ചവിട്ടുമ്പോൾ വലതുകാല് പുറകോട്ട് വരുന്ന ആ ഒരു ബയോമെക്കാനിക്സ് അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ പ്രവർത്തന തത്വം രൂപീകരിക്കപ്പെട്ടുള്ളത്. സൈക്കിളിൽ അപ്പോൾ അദൃശ്യനായ ഒരു മനുഷ്യനുണ്ട്, നമ്മളതിനെ കാണില്ല. ഇതേപോലെ ഭാഷയിൽ കവിതയുണ്ട്. അപ്പോൾ കവിത എന്ന് പറയുന്നത് ഒരിക്കലും ഇല്ലാണ്ടാവാൻ വേണ്ടി പോകുന്നില്ല. പക്ഷേ കവിതയെപ്പറ്റി നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ള രൂപപരമായിട്ടുള്ള മുൻധാരണകൾ, പ്രമേയപരമായിട്ടുള്ള മുൻധാരണകൾ, ഭാവുകത്വപരമായിട്ടുള്ള മുൻധാരണകൾ, ഇത് നിരന്തരം നവീകരിക്കപ്പെടുകയും വിപുലീകരിക്കപ്പെടുകയും ചെയ്യും എന്നാണ് ആമുഖമായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഞാനങ്ങനെ ഒരു ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്തിട്ടൊന്നല്ല വന്നിട്ടുള്ളത്. നമ്മൾ വളരെ അനൗപചാരികമായിട്ടൊരു സംസാരം എന്നുള്ള രീതിയിൽ മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ആദ്യം തന്നെ ഞാൻ മാധവ് മാഷിലേക്ക് പോവാം. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യത്തിൻ്റെ ഒരു തുടർച്ച പോലെ കവിത എന്ന് പറയുന്ന മാധ്യമത്തിൻ്റെ, ഭാഷയിൽ കവിത എന്ന് പറയുന്ന ഒരു വ്യവഹാരത്തിൻ്റെ സമകാലികതയെ മാഷ് എങ്ങനെ നോക്കിക്കാണുന്നു? അതിൻ്റെ സാങ്കത്യം, എന്തുകൊണ്ട് കവിതകൾ കൂടുതൽ ഉണ്ടാവണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് ആളുകൾ കവിതയെ കൂടുതൽ അഭിമുഖീകരിക്കണം, അതിൻ്റെ ഒരു സമകാലികത എങ്ങനെയാണ് അത് ഭാവിയിലേക്ക് പോകുന്നത് എന്നതിനെപ്പറ്റി മാഷിൻ്റെ ഒരു വീക്ഷണം. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ ഒരു ആളോട് സംസാരിക്കുമ്പോൾ അയാൾ പറഞ്ഞു, ഇപ്പം പ്രണയമൊന്നും അങ്ങനെ ഇല്ല, പ്രണയം ഇല്ല ശരിക്കും. അയാളത് കണ്ടിട്ടില്ല, അയാൾക്കത് മനസ്സിലായിട്ടില്ല എന്നേ അർത്ഥമുള്ളൂ. അതുപോലെയാണ് കവിത. കവിത ഒന്നും ഇപ്പോൾ ഇല്ല എന്ന് പറയുന്ന ധാരാളം പേരുണ്ട്. കവിത ഇല്ലാതെ ഈ ലോകത്ത് കവിതയാണ് നിരന്തരമായി ലോകത്ത് ഇന്ന് ഏറ്റവും സമകാലികമായിട്ടുള്ളത്. ആർക്കും പ്രവേശിക്കാൻ ഇടമുള്ള ഒന്നാണ് കവിതയുടെ രൂപം. അതാണ് കാരണം, പ്രത്യേകിച്ച് രൂപമില്ല എന്നതാണ്. ആർക്കും പുതിയ രീതിയിൽ പുതിയ കാഴ്ചയോടെ കാണാൻ പറ്റുന്നുള്ളതാണ് കവിതയുടെ സവിശേഷത തന്നെ. അത് മാത്രമല്ല, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സ്നാപ്ചാറ്റുകൾ വരെ കവിത വരികയാണ്. നമ്മൾ നിമിഷം കൊണ്ട് അപ്രത്യക്ഷമാവും എന്ന് കരുതിയിരുന്ന ഇപ്പോൾ പുതിയ തലമുറയിൽ നമുക്കറിയാലോ സ്നാപ്ചാറ്റുകളാണ്. സ്നാപ്ചാറ്റുകളുടെ കവിതകൾ ലോകത്ത് വന്നു തുടങ്ങി. ഈ ദൈനംദിന കവിത എന്നത് ലോകത്തൊരു, പക്ഷെ നമുക്ക് വേണ്ടത്ര പരിചയം ഇനിയും ആയിട്ടില്ലെന്ന് തോന്നുന്നു ശരിക്കും ഈ ദൈനംദിന കവിത എന്നുള്ളത്.
ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിയോടാണ്. ഇപ്പോൾ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി ഇല്ലേ, ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് കവിതയിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത് ഈ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിയുടെ ഒരു തലമാണ്. ആ രീതിയിൽ കവിത എല്ലാറ്റിനോടും എല്ലാ അർത്ഥത്തിലും ഉൾക്കൊള്ളാൻ, അതുകൊണ്ടാണ് പമ്പേ പറയാറുള്ളത് ഈ കവികൾ വൃദ്ധരായി ജനിക്കുന്നു എന്നിട്ട് പിന്നെ പതുക്കെ പതുക്കെ ഇങ്ങനെ മാറി കുട്ടികളായി മാറുന്നു എന്ന് പറയുന്ന ഒരു രീതിയാണ് പൊതുവെ ഉള്ളത്. അതുകൊണ്ട് ഇത് പല രീതിയിലാണ്. ഒന്ന് അതിൻ്റെ രൂപത്തിലുള്ള ഒന്ന്, മറ്റൊന്ന് ഈ ലോകത്തെ ഏറ്റവും പുതുതായി കാണാനുള്ളൊരു പ്രവണത മറ്റ് സാഹിത്യ രൂപങ്ങളിലേക്കാൾ കൂടുതൽ കവിതയിലുണ്ട്. അതിന് ഒരു ഏറ്റവും നല്ല ഉദാഹരണം നേരത്തെ പറഞ്ഞ വിനോദ് പറഞ്ഞ അതേ കവിയുടെ ആണെന്ന് സംശയം എനിക്ക്. ഇത് കവി ഉലാവെച്ച് ഹേഗ് എന്ന് പറയുന്ന നൈജീരിയൻ കവി, അതേ ഒരു കവിത എഴുതിയിട്ടുണ്ട്. ഈ കവിത മുമ്പ് എഴുതിയ കവിതയാണ്. അത് ഒരു പഴഞ്ചൻ കവി ആധുനികനാവാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ആ കവിത ആധുനികനാവാൻ വേണ്ടി ഒരു പഴഞ്ചൻ കവി ഒരു പുതിയ പൊയ്ക്കാലുകളൊന്ന് വെച്ച് നോക്കുന്നു. അയാൾക്കൊരു കൗതുകം തോന്നി. അയാൾ അതിന്മേൽ കയറി നിന്നു. ഒരു കൊക്കിനെ പോലെ വേച്ച് വേച്ച് നടന്നു. എന്തു ദൂരക്കാഴ്ചയാണിപ്പോൾ! അയൽക്കാരന് എത്ര ആടുകളുണ്ടെന്ന് പോലും ഇപ്പോഴയാൾക്ക് കൃത്യമായി കാണാൻ ധാരാളം വേറെ ഉണ്ടായിരുന്നു. പക്ഷെ അയൽക്കാരൻ്റെ ആടുകളുടെ എണ്ണമാണ് അപ്പോൾ അന്വേഷിച്ചത്, കണ്ടെത്തിയത്. അതുകൊണ്ട് ഒരു വ്യക്തി പുതുങ്ങിയതാവാനുള്ള ശ്രമം ഏത് പഴഞ്ചൻ കവിയും നടത്തിക്കൊണ്ടിരിക്കുന്നത് കവിതയിൽ ഏറ്റവും പുതിയതിനെ മാറ്റി നിർത്തിക്കൊണ്ട് കവിതയിൽ നിൽക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് സമകാലികമാണ് കവിത. ഞാൻ എഴുതുന്ന കവിത മാത്രമല്ല ഞാൻ വായിക്കുന്നത്. ഞാൻ എഴുതുന്ന രീതിയിൽ ഒട്ടും അങ്ങനെ അല്ലാതെ എഴുതുന്ന കവിത കൂടി നമ്മൾ വായിക്കുമ്പോഴാണ് അതോ തിരിച്ചറിയുമ്പോഴാണ്. അതുകൊണ്ട് ലോകത്ത് കവിത ഇഷ്ടപ്പെടുക, ഇഷ്ടമുള്ള വാക്യമുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണമുണ്ട്. അതുപോലെ തന്നെയാണ് കവിതയും. വളരെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്യത്തെ നമ്മൾ പ്രണയിച്ചു. പ്രണയമുള്ളിടത്തോളം കാലം, പ്രണയം ജീവിതത്തിലെ മറ്റു പ്രയാസങ്ങൾ ഇതെല്ലാം ഉള്ളിടത്തോളം കാലം കവിത നിലനിൽക്കുകയും ചെയ്യും. കാരണം കവിതയ്ക്ക് സമകാലികമായി മാത്രമേ അതിന് പ്രസക്തിയുള്ളൂ. സമകാലികം മാത്രമല്ല, സമകാലികത ഉൾപ്പെടുത്തി മാത്രമേ കവിതയ്ക്ക് പ്രസക്തിയുള്ളൂ. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജയിലിൽ കിടക്കുന്നത് കവികളാണ്. അതെവിടെയായാലും. ഇപ്പൊ ഗാസയിലെ ഇത് ഇഷ്ടപ്പെടുന്നത് പറയുകയല്ല, ചിലപ്പോൾ തികച്ചും അനിഷ്ടമുള്ള, നമുക്കൊട്ടും പറയാൻ താല്പര്യമില്ലാത്ത ഒരു കവിതയിൽ, പുതിയൊരു കവിതയിൽ ഞാൻ വായിച്ച ഓർമ്മ, പേര് പെട്ടെന്ന് ഓർമ്മിക്കുന്നില്ല, വീഡിയോ കുറിച്ച് വെച്ചിട്ടുണ്ട്. അയാൾ ഒരു കവിയെ നിങ്ങൾക്ക് തടവിലാക്കാനേക്കാൾ എളുപ്പം അയാളെ വിവാഹിതനാക്കുന്നതാണെന്നുള്ള, വിവാഹം കഴിച്ചാൽ മതി. ഇതിന് സാങ്കേതിക അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ അത്ര പോലും അയാൾ എത്രമാത്രം ഒരു പരിമിതപ്പെടലിനും വിധേയരാകാതിരിക്കണം എന്ന് ആഗ്രഹിച്ചൊരു കവിയുടെ പ്രഖ്യാപനമാണത്. അതങ്ങനെ സാധ്യമാണോ എന്നല്ല ഞാൻ പറയുന്നത്. അത്ര കണ്ടിതിൽ നിന്നും വ്യത്യസ്തമായി മാറി നിൽക്കാനുള്ള പുതിയ ഭാഷ, പുതിയ കുട്ടികൾ എഴുതുന്ന കവിത നമ്മൾ അമ്പരന്ന് നോക്കുന്നു. പലതും നമുക്ക് അറിഞ്ഞുകൂടാ, വാക്കുകൾ അറിഞ്ഞുകൂടാ. കാരണം അവരുപയോഗിക്കുന്നു വാക്കുകൾ നിർമ്മിക്കുക ചെയ്യുന്നത്. ഡിക്ഷണറിയിലെ വാക്കുകൾ മാത്രം ഉപയോഗിച്ചിരുന്നെങ്കിൽ ലോകം എത്ര ചെറുതായിട്ടുണ്ടാവും. ആ ഡിക്ഷണറിയിലുള്ള വാക്കുകളെയൊക്കെ കടന്ന് ലക്ഷക്കണക്കിന് വാക്കുകളാണ്. ഞാൻ ഒരു പുതിയ ചെറുപ്പക്കാരനുമായിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ട് കിട്ടിയ വാക്കാണ്, അതാണ് ഡെല്യൂഷൻഷിപ്പ് എന്ന് പറഞ്ഞ് അടുത്ത് പ്രസിദ്ധീകരിച്ചത്. ഡെല്യൂഷൻഷിപ്പ് എന്നുള്ള ഇത് ഞാൻ അയാൾ പറഞ്ഞു എന്നോട്, ചെറുപ്പക്കാരൻ പറഞ്ഞു, നിങ്ങളെപ്പോലുള്ളവർ എന്തുകൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ളവരെ കാണാതെ പോകുന്നത്, ഞങ്ങളുടെ പ്രണയത്തെ കാണാതെ പോകുന്നത്, ഞങ്ങളുടെ ജീവിതത്തെ കാണാതെ പോകുന്നത്. ആ ചെറുപ്പക്കാരനുമായി സംസാരിച്ചപ്പോൾ കിട്ടിയ തെളിച്ചമാണ് ഈ ഒരു കവിതയിലേക്ക് ഞാൻ നടന്നെത്തിയത്. അതുകൊണ്ട് എല്ലാ തരത്തിലും മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും ജനിക്കാനിരിക്കുന്നവർക്കും നമ്മുടെ ഇതുവരെ പേരിട്ട് വിളിക്കാനാവാത്ത സകലതിനും കവിതയിൽ ഇടമുണ്ട്. അതുകൊണ്ട് അത് നിരന്തരം പുതുക്കുന്നത് കൊണ്ടാണ് കവിത എനിക്ക് തോന്നുന്നു എപ്പോഴും സമകാലികമാകുന്നത്. ഗാസയിൽ മരിച്ചു വീഴുന്ന കുട്ടിയോട് സംസാരിക്കുന്ന ഒരു അമ്മയുടെ കവിതയുണ്ട്. അവർ പറയുന്നുണ്ട്, നിന്നെ ഞാനിപ്പോൾ ഉറക്കുമ്പോൾ നാളത്തെ പ്രഭാതം നിനക്ക് സാധ്യമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ ഞാനുണ്ടാവും, ചിലപ്പോൾ ഈ കുട്ടി ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പം അങ്ങനെ അത്ര ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ പിടഞ്ഞു വീഴുന്നതിന് തൊട്ട് മുമ്പ് അവർ മരിച്ചു. അവിടുത്തെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു കവിയായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള ഏത് തരത്തിലുള്ള ഘട്ടങ്ങളെയും ഏത് തരത്തിലുള്ള ജീവിതാനുഭവങ്ങളെയും ഇനി പുതിയതായി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന, പുതുതായി നിർമ്മിച്ചെടുക്കുന്ന നമ്മുടെ കാലത്തിൻ്റെ എല്ലാറ്റിനെയും അപ്പോൾ തന്നെ തത്സമയം കവിത സ്വീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു അമ്പരപ്പ് വായനയിലും പ്രശ്നമുണ്ട്. കാരണം
പെട്ടെന്ന് ചിലപ്പോൾ നമുക്കിത് ഏറ്റവും പുതിയതാവുമ്പോൾ നമ്മൾ ഒരു പാട് അതിനു വേണ്ടി ചിലപ്പോൾ സമയം ചെലവഴിക്കേണ്ടി വരും. അങ്ങനെ ചെയ്യുന്നില്ലേ? നിങ്ങൾ ഇഷ്ടമുള്ളൊരു ഭക്ഷണമാക്കാൻ വേണ്ടി നിങ്ങൾ സമയം ചെലവഴിക്കുന്നില്ലേ? നിങ്ങൾ ഇഷ്ടപ്പെട്ട ആളോട് സംസാരിക്കാൻ വേണ്ടി നിങ്ങൾ സമയം ചെലവഴിക്കുന്നില്ലേ? കവിത വായിക്കാനും കവിത അറിയാനും സമയം ചെലവഴിക്കേണ്ടി വരും. എല്ലാ ഇഷ്ടങ്ങളെയും എന്ന പോലെ. ഇഷ്ടങ്ങളെ അങ്ങനെ നമ്മൾ പരിപാലിക്കുന്നത്. അതുകൊണ്ട് കവിതക്കായിട്ട് പ്രത്യേകിച്ച് എന്തോ ഒരു അങ്ങനെ വലിയ കവിത ഒരുപാടാണ്. നാട്ടിൽ നിറയെ കവികളാണ്. നടക്കാൻ പറ്റുന്നില്ല. ഇവരെ കൊണ്ട് വലിയ പ്രശ്നമാണെന്നൊക്കെ പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെയാണ്. ഇപ്പം എവിടെയാ പ്രണയമുള്ളത്? ഞാൻ എന്നോട് ഒരാൾ പറഞ്ഞത് എവിടെയാ പ്രണയമുള്ളത്? ഒരു കാമം മാത്രമേ ഉള്ളൂ, പ്രണയമൊന്നുമില്ല. ഇത് കാമത്തുനിന്ന് വേറെന്തോ ആണെന്ന് ധരിച്ചിട്ടാ ഒന്ന്. രണ്ടാമത്തത്, പ്രണയം ഇയാൾ ജീവിതത്തിൽ കണ്ടിട്ടില്ല, ഇയാൾക്ക് അറിയില്ല. തനിക്ക് അറിഞ്ഞുകൂടാത്ത ഒന്നും ഈ ലോകത്തിലില്ല എന്ന് കരുതുന്നതുകൊണ്ടാണ് അയാൾ പറഞ്ഞത് പ്രണയമൊന്നുമില്ല, ഈ ലോകത്തും പ്രണയമൊന്നുമില്ല എന്നുള്ളത്. കവിതയില്ല എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് എല്ലാം സാധുവാണോ? അങ്ങനെയും അർത്ഥമില്ല. കാരണം ഇനിയുള്ള കാലത്ത് വായനക്കാരൻ സാധുവാണോ അല്ലയോ എന്നുള്ളത് പ്രധാനമാണ്. അയാൾക്ക് സാധുവായതുകൾ എടുക്കും, അല്ലെങ്കിൽ തള്ളിക്കളയും. നിങ്ങൾ ഒരു മാർക്കറ്റിൽ പോയാൽ നിങ്ങൾ എല്ലാ സാധനവും നിങ്ങൾ വാങ്ങുന്നുണ്ടോ? ഇല്ലല്ലോ. ഇതുപോലെ ഒരു തരം, അത് മാർക്കറ്റിൻ്റെ ഒരു തിയറി ശരിയാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ വായനക്കാരൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കൊത്ത് ടി.പി. വിനോദ് എഴുതുന്നു, ഞാൻ എഴുതുന്നു, മനോജ് എഴുതുന്നു, അല്ലെങ്കിൽ പ്രസാദ് എഴുതുന്നു, ടീച്ചർ എഴുതുന്നു. അപ്പോൾ ഇങ്ങനെ ഇത് ഇങ്ങനെ എഴുതുന്നത്, ഈ അത്രയും വൈവിധ്യം ഈ ലോകത്തിനുണ്ട്. നമുക്ക് ആവിഷ്കരിക്കാൻ കഴിഞ്ഞതിന് എത്രയോ അപ്പുറമാണ് ലോകത്തിൻ്റെ വൈവിധ്യം. ഇനിയും ആവിഷ്കരിക്കാത്ത എത്ര ഭൂഖണ്ഡങ്ങളുണ്ട് ഭാഷയിൽ എന്നുള്ളതാണ്. അതാണ് എനിക്ക് തോന്നുന്നത് കവിത സമകാലികമാകുന്നത്. കാരണം നമ്മൾ ഇതുവരെ കാണാത്തൊരു, ഇപ്പം നമ്മൾ ആദീൻ്റെ ഒരു കവിത വായിക്കുന്നു. ആദീൻ്റെ കവിത വായിക്കുമ്പോൾ വെളിച്ചത്തെപ്പറ്റി നമ്മൾ പറയുന്നതെല്ലാം തിരിച്ചിടുകയാണ്. എനിക്ക് വളരെ, ഞാൻ അത് ഓർമ്മിക്കില്ലേ, നിങ്ങളുടെ വെളിച്ചമാണ് എന്നെ അവനെ ഒറ്റിയത് എന്നാണ് പറയുന്നത്. ആ വരി, നിങ്ങളുടെ വെളിച്ചമാണ് അവനെ ഒറ്റിയത്. ആ പുറത്തിറങ്ങിയിട്ടാകുമ്പോൾ അവനെ പിടിച്ച് നിങ്ങൾ തല്ലിക്കുന്നത്. നിങ്ങളുടെ വെളിച്ചമാണ് അവനെ ഒറ്റിയത് എന്ന് ആദ്യം ഒരു കവിതയിൽ പറയുന്നുണ്ട്. ഇപ്പം കവിത അങ്ങനെ എപ്പോഴും സമകാലികമായിട്ട് തന്നെയാണ്. ഏത് പുരാതന കവിയും ഒരർത്ഥത്തിൽ സമകാലികനാണ്. ശ്രീരാമ കവിയുടെ കവിതയിലൊരു വരിയാണ്, ഊഴിയിൽ ചെറിയവർക്കറിയുമാറൊരു ചെയ്യുവാൻ. ഊഴിയിൽ ചെറിയവർക്കറിയുമായി കവിത ഇങ്ങനെ ഈ തമിഴ് ഭാഷയുടെ ഒരു അന്തരീക്ഷത്തിൽ, തമിഴ് ഭാഷ എന്നല്ല, അക്കാലത്തുള്ള മലയാളവും തമിഴും ഒക്കെയുള്ള ഊഴിയിൽ ചെറിയവർക്ക് അറിയുവാൻ വേണ്ടിയാണ് എഴുതുന്നതെന്ന്. എന്ന് വെച്ച് അക്കാലത്തെ സാധാരണ മനുഷ്യർ മുഴുവൻ ശ്രീരാമ കവിയുടെ കവിത വായിച്ചു പഠിച്ചു എന്നൊന്നും അതിനർത്ഥമില്ല. പക്ഷേ അവർക്ക് വേണ്ടിയാണ് എഴുതുന്നത്, അവരത് കണ്ടെത്തുക തന്നെ ചെയ്യും എന്നതാണ്. ഓരോ കവിതയും ആ കവിതയുടെ വഴികളുണ്ട്, അതിൻ്റെ വായനക്കാരുണ്ട്, അവരതിൽ വായിച്ചെടുക്കുന്നു. പൂർണ്ണമായൊരു ഫുൾ സ്റ്റോപ്പിലൊരു കവിത അവസാനിക്കുന്നില്ല. അത് കൂടുതൽ നമ്മളുടേതായ വായനയുടേതായ, എൻ്റെ കവിത വിനോദ് വായിക്കുമ്പോൾ അത് എൻ്റെ മാത്രം കവിതയല്ല, വിനോദിൻ്റെ കവിത കൂടിയാണ്. അതാണ് കവിതയുടെ ഒരു ടെക്സ്റ്റിൻ്റെ ഒരു പ്രത്യേകത. അത് പല ടെക്സ്റ്റാണ്. മുമ്പ് നാടകത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറയല്ലേ, നാടകം രംഗപാഠം, കാണികൾ കാണുന്നു. കവിതയ്ക്കും അതുണ്ട്. വിനോദിൻ്റെ ഒരു കവിത വായിക്കുമ്പോൾ ഞാൻ വായിക്കുമ്പോൾ അത് വേറൊരു കവിതയായിട്ട് മാറാനുള്ളൊരു സ്വഭാവം, അതിൻ്റെ ഒരു ശേഷി, അതിൻ്റെ ഒരു ഘടന കവിതയ്ക്കുണ്ട്. അതുകൊണ്ടാണ് കവിത കൂടുതൽ സമകാലികമായി നിൽക്കുന്നത്. ആദിയുടെ കവിത ഇതാണ്, കൺകെട്ട്. വേനലവധിക്ക് നടക്കാനിറങ്ങിയ എൻ്റെ സഹോദരനെ വെളിച്ചം തല്ലിക്കൊന്നു. മേലാകെ ഇരുട്ട് പുതച്ച എൻ്റെ വംശത്തെ വെളിച്ചം ഒറ്റി. വെളിച്ചമാണ് ഒറ്റുന്നത്. ഈ മനുഷ്യ ശരീരം ഒരു പ്രഷർ കുക്കറിൽ വേവിക്കുന്നു. ഞാൻ ഈ വയലൻസ് ഇതുപോലുള്ള കാര്യങ്ങൾ വളരെ പേടിയോടുകൂടി നോക്കി കാണുന്നതാണ്. താജ്മഹൽ എന്ന് പറയുന്ന പ്രണയത്തിന്റെ നിത്യ സ്മാരകമാണ്, അത് ഭയങ്കരമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഇങ്ങനെ. നിലവിൽ കവിത എന്ന് പറയുന്നത് നമുക്ക് എന്തും കവിതയാകാം. ഞാനും കവിയാണ്, എല്ലാവരും കവിയാണ്, എല്ലാവരും വായനക്കാരാണ്. വലിയ സമ്പത്ത് കൊണ്ട് ഒരു ചക്രവർത്തി പാവപ്പെട്ട നമ്മുടെ പ്രണയത്തെ പരിഹസിക്കുകയാണ്. നിങ്ങൾ എഴുതുന്ന കാര്യങ്ങളൊക്കെ ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യമല്ല, ഉത്തരേന്ത്യയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നാട്ടിലോ നടക്കുന്നതാണ്. മഴയൊക്കെ പ്രളയത്തിൽ നിൽക്കുമ്പോഴും നമ്മൾ പറയും മഴയൊക്കെ പണ്ടായിരുന്നു, ഇപ്പോൾ കാണുന്നത് വെറും മരം പെയ്യലുകളാണ്. തോറ്റ കവികളാണ് നിരൂപകന്മാരാവുന്നതാണെന്ന് ഒരു കോമഡി എപ്പോഴും പറയും. കുമാരനാശന് ശേഷം മലയാളത്തിൽ കവിത ഉണ്ടായിട്ടില്ല എന്ന്. ബാലചന്ദ്ര ചുള്ളിക്കാടാണ് അവസാനത്തെ മലയാളത്തിലെ കവിത. ബാലചന്ദ്ര ചുള്ളിക്കാടിന് ശേഷം പിന്നെ മലയാളത്തിൽ കവിത ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. കാക്ക കുളിച്ച് കൊക്കായി പോയിരിക്കുന്നു. കാക്ക ഇപ്പോൾ കുളിക്കുന്നത് അതിൻ്റെ കറുപ്പ് വീണ്ടെടുക്കാനാണ്. ആമുഖമായിട്ട് എനിക്ക് സൂചിപ്പിക്കാൻ. വായിക്കാത്ത ആളുകൾക്ക് പുസ്തകം കൊടുത്ത് പൈസ വാങ്ങിക്കാം, അതല്ല വായന.